ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 3 ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും പിന്നെ കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസ് കമ്പോണൻസും കൂടി പഠിക്കാനുണ്ട്. നമുക്ക് UJT, മോസ്ഫെറ്റ്, FET അതുപോലെയുള്ള കമ്പോണൻസും കൂടി പഠിച്ചു കഴിയുകയാണെങ്കിൽ ഡിവൈസസിൻ്റെ ഈ സെമസ്റ്ററിലുള്ള ക്ലാസ് അതോടെ അവസാനിക്കുന്നതാണ്. എന്നാൽ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആവുന്നത്തേക്ക് നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സാണ് നമുക്ക് അറിയേണ്ടത്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞു. വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ്, ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ്. ഇതൊക്കെ ആംപ്ലിഫയറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ആംപ്ലിഫയേഴ്സാണ്. നമുക്കറിയാം വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മൈക്കിൽ നിന്നൊക്കെ കിട്ടുന്ന മില്ലി വോൾട്ട് റേഞ്ചിലുള്ള സിഗ്നലിനെ വോൾട്ടേജ് റേഞ്ചിലേക്ക് ആംപ്ലിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് മെയിൻലി യൂസ്ഡ് ഫോർ ആംപ്ലിഫൈങ് ദ പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഡിയോ റിസീവേഴ്സിലെല്ലാം നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനെ സെലക്ട് ചെയ്തിട്ട് ആ സിഗ്നലിനെ മാത്രം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ ഗെയിൻ വളരെ കുറവായിരിക്കും. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഗെയിൻ ആയിരിക്കും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത്. അന്നേരം ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പവർ ആംപ്ലിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് വോൾട്ടേജിനെ മാത്രമേ ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ. അവിടെ കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നില്ല. അന്നേരം ഒരു ഔട്ട്പുട്ട് ഡിവൈസസിൽ നമ്മളിപ്പോൾ ലൗഡ് സ്പീക്കർ പോലെയുള്ള ഡിവൈസസിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു ആംപ്ലിഫിക്കേഷൻ അവിടെ കിട്ടാത്ത പോലെ തോന്നും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പവർ ആംപ്ലിഫയേഴ്സ്. അന്നേരം അത് ഡിഫറെൻറ്റ് ടൈപ്പ് പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയേഴ്സ്. ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സാണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് വെറും ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ നിന്ന് സാധാരണ ഫോർവേഡ് ഇതായിട്ട് വരുന്നേരം ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാണ് ഒരു സിഗ്നൽ എത്തുക ആംപ്ലിഫൈ ചെയ്തിട്ട്. ഇൻപുട്ടിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഔട്ട്പുട്ടിലാണ് എത്തുക. അതേസമയം നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ കൊടുക്കുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് അത് ഫീഡ്ബാക്ക് സർക്യൂട്ട് വഴി ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം രണ്ട് ടൈപ്പ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് നമ്മൾ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേരം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓസിലേറ്റേഴ്സും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമും നമ്മൾ ബേസിക് സർക്യൂട്ട് എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ഇനി ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട് രണ്ട് ടൈപ്പ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും പഠിക്കാനുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും പഠിക്കാനുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നവരെ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് അറിയണം എന്തൊക്കെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഗെയിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിയണം. നേരെ സ്പെസിഫിക് ഔട്ട്കമ്മിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ഗെയിൻ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് എന്തായാലും അത് എക്സാമിന് അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. എങ്ങനെയാണത് ടോട്ടൽ ഗെയിൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്തായിരിക്കും എന്നുള്ളത്
നമ്മൾ ഡിറൈവ് ചെയ്യുന്ന വേണം. അല്ലാണ്ട് ഫൈനൽ എക്സ്പ്രഷൻ മാത്രം എഴുതി വെച്ചാൽ പോരാ. ഓക്കെ. അന്നേരം ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് 2 ബേസിക് പാർട്സ്, ആംപ്ലിഫയർ സർക്യൂട്ട് ആൻഡ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ. ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കാണിച്ചിരിക്കുന്നത്, ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറാണ്. എ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് എ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ സിമ്പൽ. ഇവിടെ ഒരു വരയിട്ടാൽ ഡയോഡായി. ആംപ്ലിഫയർ ആണെങ്കിൽ ആംപ്ലിഫയറിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സിമ്പലാണ് നമ്മൾ സാധാരണ ആംപ്ലിഫയേഴ്സിന് യൂസ് ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ ഗെയിൻ എ ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഓപ്പൺ ഒരു ആംപ്ലിഫയർ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അന്നേരം അതുപോലെ ഇതുപോലെയുള്ള ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു 10 വോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ടിൽ 10 വോൾട്ട് ഉണ്ട്. നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത് 1 വോൾട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 1/10 ആണ്. ഗെയിൻ കാണുന്ന അതേപോലെ തന്നെ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ ആണ് ഗെയിൻ അല്ലേ. അതേപോലെ ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് 10, ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് 1 അല്ലേ. അങ്ങനെയാണ് ബീറ്റ ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ, ഗെയിൻ കാണുന്ന പോലെ തന്നെ. നേരം ഗെയിൻ ഇവിടെ വരുന്നത് 1/10 അത്രയേ വരുള്ളൂ. വളരെ കുറഞ്ഞൊരു ഫാക്ടർ. സാധാരണ യൂഷ്വലി ബീറ്റ വിൽ ബി ലെസ് ദാൻ 1 വാല്യൂ ആയിരിക്കും എല്ലപ്പോഴും ബീറ്റൻ്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ. അന്നേരം ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നേരം അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫീഡ്ബാക്ക് ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി സർക്യൂട്ട് എലിമെൻറ്റ്സ് ഇൻ ദി ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഓക്കെ. അന്നേരം ഇതിൽ ഈ ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിനെ ആഡ് ചെയ്തിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തിട്ടാണോ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഫീഡ്ബാക്ക് ചെയ്തതിന് ശേഷം ഇൻപുട്ട് വോൾട്ടേജ് ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. കൂടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറയും. കുറയുകയാണെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ we can divide the feedback amplifier into 2, that is positive feedback amplifier and negative feedback amplifier. So feedback amplifiers are 2 types, negative feedback amplifier and positive feedback amplifier. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ദെൻ ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അന്നേരം ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഇത് സിഗ്നലിൻ്റെ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ, ഫീഡ്ബാക്കിൽ നിന്ന് സിഗ്നൽ നെഗറ്റീവ് ആണെങ്കിൽ അന്നേരം ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലാണ് വരുന്നത് അല്ലേ. ഓർ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഡിക്രീസസ് ദി ഇൻപുട്ട് സിഗ്നൽ ക്വാണ്ടിറ്റീനെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് പറയുക? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയും അല്ലേ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഇനി അന്നേരം ഇഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ഓർ decreases it, then it is called negative feedback or degenerative ആണ്. കുറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് പറയുന്ന വേറൊരു പേരാണ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഡീജനറേറ്റീവ് ആംപ്ലിഫയർ.
ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ശരിക്ക് ആക്ച്വലി ഇൻപുട്ട് വോൾട്ടേജിനെ കുറക്കുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് അതിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അതേസമയം ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ സ്റ്റേബിൾ ഗെയിൻ ആയിരിക്കും. ഗെയിൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഈ സർക്യൂട്ടിന്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിന് വിത്തൗട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനേക്കാളും കുറച്ചും കൂടി സ്റ്റേബിൾ സർക്യൂട്ടായിരിക്കും. ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അങ്ങനത്തെ സ്റ്റെബിലിറ്റികളും എല്ലാം കൂടുതലായിരിക്കും, നോയ്സ് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുള്ള ഒരു ആംപ്ലിഫയറാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സാധാരണ ഒരു ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറിനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുക എന്തെങ്കിലും ഒരു ടൈപ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി അതിൽ കൊടുക്കും. അന്നേരം അതിന് സ്റ്റേബിൾ സർക്യൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിനെ ആഡ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ കൊടുത്തു. ദെൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് പോസിറ്റീവ് എന്ന സമയത്ത് ഫീഡ്ബാക്ക് സിഗ്നലും പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്ത് വരുവാണ് ചെയ്യുക, കൂടുതലായിട്ടാണ് വരിക. അങ്ങനെയുള്ള ഫീഡ്ബാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അന്നേരം ഇൻപുട്ട് സിഗ്നൽ ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദസ് ഇൻക്രീസസ് ഇറ്റ്. അതിനെ ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓർ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഓസിലേറ്റേഴ്സ് സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് റീജനറേറ്റീവ് സർക്യൂട്ട് എന്നറിയപ്പെടും. ഇതിൽ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ എപ്പോഴും എന്തായിരിക്കും? ഗെയിൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. മറ്റേതിൽ ഗെയിൻ ഡിക്രീസ് ചെയ്യുന്ന നേരം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. നേരം ഗെയിൻ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകും. പിന്നെ അതെന്ത് ചെയ്യാം? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരം ആ സർക്യൂട്ടിൽ എന്താണ്? ഒരു വൈബ്രേറ്റിംഗ് എഫക്റ്റാണ് ഉണ്ടാവുക. സോ ആംപ്ലിഫയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഓസിലേറ്ററായിട്ട് മാറും. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിലാണ്. ഇനി നമുക്ക് വി വാണ്ട് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിന് നമുക്ക് ഡിറൈവ് ചെയ്യണം. ഓക്കെ, കൺസിഡർ ആൻ ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ. ഒരു ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ കൺസിഡർ ചെയ്യും. എന്താണ് ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ? നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന് ഇൻപുട്ട് 2 സിഗ്നൽ, ഇത് 2 പോർട്ട് നെറ്റ്വർക്ക് ആണെന്നിരിക്കും. 2 പോർട്ട് നെറ്റ്വർക്ക് ആണെങ്കിൽ ആംപ്ലിഫയറിന് 2 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വി ഇൻ, ദെൻ വി ഔട്ട് അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്, വി ഇൻ ആൻഡ് വി ഔട്ട്. അങ്ങനെയാണെങ്കിൽ ഗെയിനിൻ്റെ ഇക്വേഷൻ എന്താ വരിക? എ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ അല്ലേ? വോൾട്ടേജ് ഗെയിൻ എ വി ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡ് ബൈ വി എന്നാണ് വരിക അല്ലേ? ആൻഡ് അതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ ആണ്, ഒന്നുമില്ല, ഫീഡ്ബാക്ക് ഒന്നുമില്ല. സാധാ ആംപ്ലിഫയറിൻ്റെ ഗെയിന് എ എന്നാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വി ഔട്ടും വി ഇന്നും ആണെങ്കിൽ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ഡിവൈഡ് ബൈ വി എന്നായിരിക്കും. ഇനി സപ്പോസ് നമ്മളൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടും കൂടി ഇതിൽ ആഡ് ചെയ്തു. ദെൻ അപ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന് നമ്മൾ വി സീറോ ഡാഷ് എന്നെടുക്കും. ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വി സീറോ ഡാഷ് എന്നെടുക്കുന്നു. ഫീഡ്ബാക്കിംഗ് ഫാക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റയായിട്ട് എടുക്കുന്നു. ആൻഡ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇപ്പം ഫീഡ്ബാക്ക് സർക്യൂട്ടും കൂടി അപ്ലൈ ചെയ്യുന്നേരം ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ എ വി ഡാഷ് ആണ്. അപ്പം നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ഇൻപുട്ട് വോൾട്ടേജിൽ ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇൻപുട്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും?
മാറ്റമുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സിഗ്നൽ എടുത്തു, ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ഫാക്ടർ ബി, ഇവിടെ എ, ഇത് വി ഇൻ, ഇത് വി ഒ ഡാഷ്, ഇപ്പോൾ അല്ലേ, ഗെയിന് എ വി ഡാഷും. ദെൻ വി ഒ ഡാഷിൻ്റെ ഒരു പാർട്ട് ഇൻപുട്ടിലേക്ക് വരുന്നേരം ഇവിടെ എത്തുന്ന ക്വാണ്ടിറ്റി എത്രയായിരിക്കും? ബീറ്റ ഇൻറ്റു വി ഒ ഡാഷ് അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് ഇൻറ്റു വി ഒ ഡാഷ് ആയിരിക്കും ഇൻപുട്ടിലെത്തുന്നത്. ആ ക്വാണ്ടിറ്റി ഒന്നുകിൽ ആഡ് ചെയ്ത് വരും, അല്ലെങ്കിൽ നെഗറ്റീവ് വരും. അന്നേരം മൈനസായിട്ട് വരുന്നത് എന്തിലായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ. പോസിറ്റീവായിട്ട് വരുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ. അപ്പോൾ വി ഇൻ, ഇപ്പോഴത്തെ പുതിയ വി ഇൻ എന്ന് പറയുന്നത് വി ഇന്നിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു വി സീറോ. അതാണ് ഇവിടെ വരുന്നത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, പുതിയ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇൻ പ്ലസ് ഓ മൈനസ് ബീറ്റ ഇൻറ്റു വി സീറോ ആയിരിക്കും, വി സീറോ ഡാഷ്. ഓക്കെ, സോ വി ഇൻ പ്ലസ് ഓ മൈനസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് ആയിരിക്കും കിട്ടുക. ഇനി ഇത് ആംപ്ലിഫൈ ചെയ്യൂ അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ പുതിയ ഇൻപുട്ട് വോൾട്ടേജായി വി ഇൻ പ്ലസ് ഓ മൈനസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ്. അതിന് ഗെയിൻ, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ പുതിയ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇൻ പ്ലസ് ഓ മൈനസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ്. അന്നേരം ഇവിടെ കിട്ടുന്നത് വി സീറോ ഡാഷാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് എ വി ആണ്. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും? വി സീറോ ഡാഷ് ഈക്വൽ ടു എ വി ഇൻറ്റു വി ഇൻ പ്ലസ് ഓ മൈനസ് ബീറ്റ വി സീറോ ഡാഷ്. നമ്മളിപ്പം പ്ലസ് ആയിട്ട് വരുന്നത് ഓസിലേറ്ററിൻ്റെ കണ്ടീഷൻ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ എന്നിരിക്കാം. വി ഇൻ പ്ലസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് എന്നുള്ള വരുവാണെങ്കിൽ നമുക്കറിയാം വി സീറോ ഡാഷ് ഈക്വൽ ടു എ വി ഇൻറ്റു വി ഇൻ പ്ലസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് ആയിരിക്കും. അത് ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിൻ്റെ വാല്യൂ ആണ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് എന്ന് പറയുന്നത്. അത് ഇൻപുട്ടിൽ ആഡ് ചെയ്ത് വരും ഓസിലേറ്റേഴ്സ് ആണെങ്കിൽ. ദെൻ വി സീറോൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരുന്നു? എ വി ഇൻറ്റു വി ഇൻ പ്ലസ് ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് ഈക്വൽ ടു വി സീറോ ഡാഷ്. ഇനി എ വി ഇൻറ്റു വി ഇൻ പ്ലസ് എ വി ഇൻറ്റു ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് ഈക്വൽ ടു വി സീറോ ഡാഷ് അല്ലേ. അങ്ങനെയാണ് നമുക്കത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വി സീറോ ഡാഷ് പുറത്തെടുത്താൽ, വി സീറോ ഡാഷ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി പുറത്തെടുത്തു കഴിഞ്ഞാൽ വി സീറോ ഡാഷ് ഇൻറ്റു ഇതിൽ ഈ ടേമിൽ നിന്ന് വി സീറോ ഡാഷ്, ഇവിടെ നിന്ന് വി സീറോ ഡാഷ് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എ വി ഇൻറ്റു വി ഇൻ അപ്പുറത്ത് വെക്കുക അല്ലേ. എ വി ഇൻറ്റു വി ഇൻ ഇവിടെ വെച്ചിട്ട് ഈ ടേം ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എന്താ വരിക? വി സീറോ ഡാഷ് മൈനസ് എ വി ഇൻറ്റു ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് അല്ലേ. എ വി ഇൻറ്റു വി ഇൻ ഈക്വൽ ടു എ വി ഇൻറ്റു വി ഇൻ ഈക്വൽ ടു വി സീറോ ഇൻറ്റു 1 മൈനസ് എ വി ഇൻറ്റു ബീറ്റ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അന്നേരം വി സീറോ ഡാഷ് ഇൻറ്റു 1 മൈനസ് ബീറ്റ ഇൻറ്റു എ വി ഈക്വൽ ടു എ വി ഇൻറ്റു വി. ഓക്കെ,
അതിൻ്റെ അകത്ത് നമുക്ക് V0 ഡാഷ് ഈക്വൽ ടു AV ഇൻറ്റു V0 ഡാഷ് ഈക്വൽ ടു AV ഇൻറ്റു Vin ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV എന്ന് കിട്ടും. ഓക്കെ. ഓർ Vin ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ വരിക? Vin ഡിവൈഡ് ബൈ V0 ഡാഷ് ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV ഓർ AV ഡാഷ്. അതിന് എന്താണ് പറയുക? AV ഡാഷ്. അന്നേരം ഇത് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ എന്താണ് വരിക? V0 ഡാഷ് ഡിവൈഡഡ് ബൈ Vin V0 ഡാഷ് ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV or it is equal to AV dash. പുതിയ ഗെയിനിൻ്റെ ഇക്വേഷൻ AV ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV. അത് വരുന്നത് ഇതിനാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനാണ് എന്ത് വരുന്നത്? V0 ഡാഷ് ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV ഈക്വൽ ടു AV ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനാണ്. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? V0 ഡാഷ് ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്ന് വരും ഈക്വൽ ടു AV ഡാഷ് അല്ലേ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV എന്നാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ AV ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV ആയിരിക്കും വരിക. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലാണെങ്കിൽ AV ഡാഷ് വിൽ ബി വെരി വെരി ഗ്രേറ്റർ ദാൻ AV ആയിരിക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ AV ഡാഷ് ഈസ് വെരി വെരി ലെസ് ദാൻ AV ആയിരിക്കും. ഓക്കെ. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AV ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്നാണ് ഈക്വൽ ടു AV ഡാഷ്. ഇതിൽ ബീറ്റ ഇൻറ്റു AV എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണ്. ബീറ്റ ഇൻറ്റു AV ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരും? AV ഡാഷ് ഈക്വൽ ടു AV ഡാഷ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ, ഒന്ന് തീരെ ചെറുതായതുകൊണ്ട് ഒന്നിനെ വിട്ടേക്കാം, ബീറ്റ ഇൻറ്റു AV ഓർ AV ഡാഷ് ഈക്വൽ ടു 1 by beta. What is beta? Feedback factor. And this feedback factor is depends on the components used in feedback circuit. അല്ലേ? അതായത് ഏറ്റവും നല്ല കമ്പോണൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് AV ഡാഷ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ. സോ AV ഡാഷ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റേഷ്യോ ബീറ്റനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഫീഡ്ബാക്ക് ഫാക്ടറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിനെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓക്കെ. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആണ് ഒരു ആംപ്ലിഫയറിൽ ഏറ്റവും കൂടുതൽ വേരി ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ബീറ്റ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സിനെയും കപ്പാസിറ്റേഴ്സിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ ചെയ്യാം, ഇതിൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് സ്റ്റേബിളാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ടാണ്
സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ് എന്ന് പറയുന്നത്. നേരെ ഇനി നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിനൊക്കെ നമ്മൾ നോക്കുന്നത്. നേരെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണെങ്കിൽ ഗെയിന് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ വി ഡാഷ് ഈക്വൽ ടു എ വി ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു എ വി ആണ്. അവിടെ ബീറ്റ ഇൻറ്റു എ വി എന്ന് പറയുന്നത് 1-നേക്കാളും വളരെ വളരെ കൂടുതലായതുകൊണ്ട് 1 എന്നുള്ളത് നമുക്ക് അങ്ങ് ഒഴിവാക്കി കളയാം. അന്നേരം എ വി ഡാഷ് ഈക്വൽ ടു എ വി ഡിവൈഡ് ബൈ ബീറ്റ ഇൻറ്റു എ വി എന്ന് വരും. ഓർ എ വി ക്യാൻസൽ ആയാൽ എ വി ഡാഷ് ഈക്വൽ ടു 1 ബൈ ബീറ്റ. ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി പാരാമീറ്റേഴ്സ്. ഫീഡ്ബാക്ക് പാരാമീറ്റേഴ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.